ഓണാശംസകൾ. ഇവിടെ എല്ലാവരും സംസാരിച്ചതുപോലെ ചേംബറിന്റെ പുതിയ ഭരണസമിതി വളരെ ആശാവഹമായ അഭിനന്ദനാർഹമായ ഒരു തുടക്കമാണ് കാഴ്ചവെച്ചത്. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാര്യം ഫിലിം ചേംബറിലേക്ക് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് പല സംഘടനകളും പ്രവർത്തിച്ച് പരിചയമുള്ളവരെയാണ് ഞങ്ങൾ പലരും എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും കൂടി അതിൻ്റെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോഴേ ഓരോ സംഘടനയും അതിൻ്റെ പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആരാകണം എന്ന് നിശ്ചയിക്കുമ്പോൾ തന്നെ അതിന് യോജിച്ച ജനറൽ സെക്രട്ടറി ആരായിരിക്കണം, ട്രഷറർ ആരായിരിക്കണം എന്ന് ഒന്ന് മുൻകൂട്ടി തീരുമാനിച്ച് അതിന് അനുയോജ്യരായവരെ തിരഞ്ഞെടുക്കുന്നതാണ് പതിവ്. അത് ഇത്തവണ വളരെ അനുയോജ്യമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പാണ് നടന്നത്. അതായത് പ്രസിഡന്റ് ശ്രീ അനിൽ തോമസിന് യോജിച്ച് വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ജനറൽ സെക്രട്ടറി ശ്രീ സോണി, അതിനോടനുബന്ധിച്ച് അവരോട് എല്ലാ കാര്യത്തിനും നിൽക്കത്തക്ക രീതിയിലുള്ള ട്രഷറർ ശ്രീ സെബാസ്റ്റ്യൻ, അതിനൊത്ത് എല്ലാ ഭരണസമിതി അംഗങ്ങളും, അത് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വളരെ ഭംഗിയായി അവർ കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ഈ കണ്ടത്. ഇനിയും മേലിൽ അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അവരോടൊപ്പം ഫിയോക്കും കേരളത്തിലെ എല്ലാ എക്സിബിറ്റേഴ്സും കൂടെ ഉണ്ടാകും എന്ന ഉറപ്പ് ഞാൻ നൽകുന്നു. അവരെ മേലിലുള്ള പ്രവർത്തനം നമുക്കറിയാം. കഴിഞ്ഞ 9 വർഷമായി സിനിമയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ ഒരു സിനിമാക്കാരന് വേണ്ടി പോലും ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റ്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു മിനിസ്റ്റർ. ആ രീതിയിലാണ് ഇന്ന് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അമിതമായ എന്റർടൈൻമെന്റ് ടാക്സ്, ഇപ്പൊ തന്നെ GSTയുടെ പുനഃസംഘടന നടന്നു. സിനിമാ മേഖലയ്ക്ക് ഒന്നും ലഭിച്ചില്ല. ഉപദ്രവമല്ലാതെ ഈ ഗവൺമെന്റിനെ കൊണ്ട് സിനിമയ്ക്ക് ഇന്ന് വരെ ഒരു ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ, നമുക്ക് അർഹമായ ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കാൻ മുൻനിരയിൽ ചേംബർ ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കൂടാതെ കഴിഞ്ഞ കുറെ നാളുകളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാര്യം, സിനിമ എന്ന് പറയുന്നതിന്റെ നിലനിൽപ്പ് സിനിമ തിയേറ്ററിൽ കൂടി മാത്രമാണ്. തിയേറ്ററിൽ വന്ന് സക്സസ് ആവുന്ന സിനിമയിൽ കൂടെ മാത്രമാണ് സിനിമയ്ക്ക് നിലനിൽപ്പുള്ളത് എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ വന്ന OTTയെ പോലുള്ള ചില സംഭവ വികാസങ്ങൾ താൽക്കാലികമായി ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെ പുറകെ ചിലരൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവരെല്ലാം ബോധ്യപ്പെടുത്തി സിനിമാ തിയേറ്ററാണ് സിനിമയുടെ നട്ടെല്ല് എന്ന് തെളിയിക്കുന്ന തുടരും, ലോക പോലുള്ള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. മേലിലും ആ രീതിയിലുള്ള ഉദ്യമം, സിനിമ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകനെ മനസ്സിൽ കണ്ടെടുക്കുന്ന ഓരോ സിനിമയും ഇതുപോലെ അർഹിക്കുന്ന വിജയം നിങ്ങൾക്ക് സമ്മാനിക്കും എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തി നീങ്ങി അതിന്റെ കഥയും സംഭവങ്ങളും ഉണ്ടാക്കി സിനിമാ തിയേറ്ററിൽ വന്ന് കാണുന്ന പ്രേക്ഷകനെ മാത്രം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൂടി മാത്രമേ സിനിമാ തിയേറ്ററുകൾ നിലനിൽപ്പുള്ളൂ. മേലിലും ഈ രീതിയിലുള്ള സിനിമകൾ ഉണ്ടാകട്ടെ. ഫിലിം ചേംബറും അതിനുവേണ്ടി ഉദ്യമിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എക്സിബിറ്റേഷൻ സൈഡിൽ നിന്ന് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. പിന്നെ എൻ്റെ ഭാരവാഹികൾ, നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുമേഷ് ഇന്ന് ചില അസൗകര്യങ്ങൾ കാരണം വന്നെത്തിയിട്ടില്ല. ട്രഷറർ ശ്രീ സാജു കവിതാ തിയേറ്റർ ഉടമയാണ്. അദ്ദേഹം ഒരു വിദേശ പര്യടനത്തിലാണ്. പിന്നെ ഞങ്ങളുടെ ചെയർമാനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ശ്രീ ദിലീപ്. അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തേണ്ടത്. ആ ചുമതലയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. പിന്നെ ഈ നിൽക്കുന്നത് മൊത്തവും ഞങ്ങളുടെ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന എണ്ണം പറഞ്ഞ തിയേറ്ററുകളുടെ ഉടമകൾ. നന്ദി, നമസ്കാരം. നമ്മളോട് രണ്ടുപേർക്ക് സംസാരിക്കാനായി ഫിയോക്കിന്റെ ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് ഏട്ടനെ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം, ഹാപ്പി ഓണം. മലയാള സിനിമയ്ക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണിത്. ഇത്രയും വലിയ ഒരു കൂട്ടായ്മ. നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് പല പ്രശ്നങ്ങളിൽ ഇടപെട്ട് അങ്ങോട്ടും ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നും നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മലയാള സിനിമയിലുള്ളൂ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും അത് വാക്കുകളിൽ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളത് സംഘടനാപരമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സംഘടനകൾ മാറി മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുന്ന
അല്ലെങ്കിൽ ചെളിവാരി അറിയുന്ന ഒരു സംഭവങ്ങളായിരുന്നു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഒത്തൊരുമിക്കുക എന്നുള്ള സംഭവമൊക്കെ ഇതൊക്കെ പാസ്റ്റ്. പക്ഷെ ഇന്നത്തെ ദിവസം ഗംഭീരമായൊരു ദിവസമായിട്ടാണ് ഞാൻ കാണുന്നത്. വലിയ സന്തോഷമുണ്ട്. അതിൽ ഒരുപാട് പ്രാവശ്യവും ഇതുപോലെ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഇന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റായ ശ്രീ അനിൽ തോമസ്. കാരണം അദ്ദേഹത്തിന് ഇതിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് ചേംബറിലാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിലും അതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും തിയേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉള്ള ചർച്ചകളിൽ ഞങ്ങൾ സ്ഥിരം സംസാരിക്കാനുള്ള ആൾക്കാരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സ്നേഹമുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളവരെല്ലാവരും. എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതിന്റെ അകത്ത് സംസാരിക്കേണ്ട വിഷയങ്ങൾ ആദ്യമേ നമ്മൾ പുറത്തു നിന്നാണ് സംസാരിക്കുന്നത്. അകത്ത് നിൽക്കുന്ന ആൾക്കാർ അറിയുന്നത് ഇതിൽ നിന്ന് ഏതെങ്കിലും സംഘടനയുടെ ഒരാൾ പുറത്തു പോയി നിന്ന് കല്ലെറിയുമ്പോഴാണ് പിന്നെ ഏതൊരു സംഘടനയുടെയും കാര്യങ്ങളെ നോക്കേണ്ടത് ആ ഭരണസമിതിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ പിന്നെ അവരുടേതായ സ്റ്റാൻഡ് എടുക്കും. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനൊരു കൂട്ടായ്മ ഇന്ന് തുടങ്ങിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും എല്ലാ സംഘടനയ്ക്കും അവരുടേതായിട്ടുള്ള രീതികളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് ഇങ്ങനൊരു കൂട്ടായ്മ വന്ന സ്ഥിതിക്ക് ഓരോ അസോസിയേഷനിൽ പുറത്തേക്ക് വരേണ്ട ശബ്ദം ഒന്നായിരിക്കണം. ആ ശബ്ദം മറ്റുള്ള അസോസിയേഷനിലേക്ക് കത്ത് വഴിയോ അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് വെക്കണം, ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ അസോസിയേഷനിലുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ മെമ്പേഴ്സിനുണ്ട്, അതൊന്ന് പരിഹരിക്കണം. കാരണം ഇവിടുത്തെ ഏറ്റവും അതോറിറ്റി എന്ന് പറയുന്ന കാശ് മുടക്കുന്ന ഒരാൾ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനിലെ മെമ്പേഴ്സിന് തന്നെയാണ്. അവർ ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരാൾ സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്നാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നത്, നമുക്ക് ജോലി ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ക്രിയേഷൻ സൈഡ്, അതുപോലെ അതിന് തക്കതായിട്ടുള്ള കഥയും അതിൻ്റെ സംവിധാന രീതികളും മറ്റുള്ള ടെക്നിക്കൽ വശങ്ങളും എല്ലാമായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള, ഇന്ന് മലയാള സിനിമയിൽ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണുള്ളത്. അപ്പൊ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അത് ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുന്ന പ്രദർശനശാലകൾ, ഇതെല്ലാം കൂടി ഒത്തൊരുമിക്കുമ്പോഴാണ്, അതുപോലെ ഈ പറയുന്ന പോലെ ഈ തിരക്കഥാകൃത്തുക്കൾ ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ അതിഗംഭീരമായി സ്ക്രീനിൽ അഭിനയിച്ച് ബലിപ്പിക്കുന്ന താരങ്ങൾ, എല്ലാവരോടും ചേരുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് സിനിമ. അപ്പൊ ഈ സിനിമയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ എല്ലാവർക്കും അവരവരെ സഹായിക്കുന്ന അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യുന്ന, പ്രൊട്ടക്ട് ചെയ്യുന്ന അസോസിയേഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേഷനിൽ ചർച്ച ചെയ്തിട്ട് മറ്റൊരു അസോസിയേഷനോട് പറയാനുണ്ടെങ്കിൽ അത് ഇതുപോലുള്ളൊരു കൂട്ടായ്മയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിന് മുൻകൈയെടുത്ത കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനോട് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇനിയൊരു വഴക്ക് നമ്മൾ ശരിക്കും പറഞ്ഞപ്പോ മീഡിയയുടെ മുമ്പിൽ നിന്ന്, ഇപ്പൊ മീഡിയാസിന് അത് കാരണം അവർ ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കുന്നതാണ്. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എല്ലാവർക്കും അതായിരിക്കും താല്പര്യം, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ചിലപ്പോൾ ആരെങ്കിലും വന്ന് പ്രകോപിപ്പിക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് പറയാനില്ലേ, നിങ്ങൾ പറയൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആവേശിച്ചൊന്ന് പറയുന്നു. പക്ഷെ ഒരു സംഘടനയുടെ അച്ചടക്കം എന്ന് പറയുന്നത് ആ സംഘടനയുടെ മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് നമ്മൾ ജനറൽ ബോഡി അവർക്കൊരു പവർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് നിങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് ഒരു ശബ്ദം പുറത്തു വരാൻ പാടുള്ളൂ. അതിന് പ്രത്യേക ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരാണ് സംസാരിക്കുക. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത്, മലയാള സിനിമയിൽ കൂടുതൽ കാണുന്നത് വെച്ചാൽ ഏത് സംഘടനയിലെ ആളാണെങ്കിലും എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ പുറത്തു പോയി പിന്നെ ചാനലിലൂടെ കാണുക, നമ്മളത് മാറ്റിയെടുക്കണം. ഞാൻ നിങ്ങളെ കുറ്റം പറയണമല്ല, മീഡിയനെ കുറ്റം പറയണമെന്നല്ല, മീഡിയയുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരു പോസിറ്റീവ് ഇതിലേക്ക്. കാരണം സിനിമ എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ പാട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്കെല്ലാം അത്രയും ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാതെ ഇതെല്ലാം നമ്മളുടെ ഒരു അഭിമാനമായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഈ മലയാള സിനിമ ഗംഭീരമായിട്ടൊരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ. ഈ ചിന്ത ആരുടെ ഭാഗത്തുനിന്ന് വന്നാലും അതിന് ചുക്കാൻ പിടിച്ച കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ എല്ലാ
ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഭിമാനിക്കുന്ന ഫിയോക്കിൻ്റെ ഭാഗത്തു നിന്നാണ് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സോണി, അതുപോലെ മറ്റുള്ള ഭാരവാഹികൾ എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു. ഹാപ്പി ഓണം. താങ്ക് യു.